ദൗർഭാഗ്യകരമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കും. ഈ പ്രതിഷേധത്തിന്റെ ഒക്കെ തുടക്കം ഈ സുഗതന്റെ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ്. അല്ല, അതിൽ ഞാൻ ഡൽഹിയിൽ വെച്ചന്ന് പറഞ്ഞ നിലപാട് തന്നെയാണ്. അക്കാര്യത്തിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഡൽഹിയിൽ വെച്ച് എന്ത് നിലപാടാണോ പറഞ്ഞത് ആ നിലപാടിൽ തന്നെയാണ് മേയർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും നിൽക്കുന്നത്. മറ്റൊന്ന്, ശ്രീ രാജീവ് ചന്ദ്രശേഖർ, കരമന ജെയിൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പാർട്ടിയുടെ നിലപാട് പറഞ്ഞു. നിലപാട് ഓരോ ദിവസം മാറേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ചർച്ച ചെയ്തതിലൂടെ അടുത്ത ദിവസം ചോദിക്കും. ഒരാഴ്ച മുമ്പ് അജണ്ട കൊടുത്തിട്ടുണ്ടല്ലോ. അജണ്ട വളരെ നേരത്തെ കൊടുത്തല്ലോ. അപ്പൊ അജണ്ട ഏത് അജണ്ടയാണ് ചർച്ച ചെയ്യേണ്ടത്? കൂടുതൽ കുറച്ച് കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള അജണ്ട ഞാൻ തന്നെ നമ്പർ പറഞ്ഞില്ലേ മാറ്റി വെച്ചു. ഇനി ഏതെങ്കിലും അജണ്ട, ഞങ്ങൾ എല്ലാ കൗൺസിലും ഏതെങ്കിലും അജണ്ട ചർച്ച ചെയ്ത് നമ്മൾ അടുത്ത ദിവസത്തേക്ക് വയ്ക്കും. അജണ്ട ചർച്ച ചെയ്യാൻ വേണ്ടി അജണ്ടയുടെ എണ്ണം കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് ഉത്തരവാദിത്വം വിളിച്ച് ബഹളമയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ലല്ലോ. അതിലിപ്പോ UDF ആരോപിക്കുന്നത് സുഗതനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അഡ്മിനിസ്ട്രേഷനിൽ BJP തിരിമറി കാണിക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ നേരത്തെ മേയർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് സുഗതനെ സംരക്ഷിക്കാൻ ഈ കൗൺസിൽ യോഗം തന്നെ അലങ്കോലപ്പെടുത്തിയെന്നാണ്. അല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അത് രഹസ്യമല്ലല്ലോ. 101 കൗൺസിലർമാർക്കും കൗൺസിലർ എന്നതിലേക്ക് സംരക്ഷണം കൊടുത്തുവാൻ വേണ്ടിയുള്ള സാഹചര്യം സ്വീകരിക്കും, നടപടികൾ സ്വീകരിക്കും. അത് രഹസ്യമല്ല, പരസ്യമായിട്ട് പറയുക തന്നെയാണ്. ഇനി ഈ വാഴോട്ടുകുളം കൗൺസിലർ സുഗതന്റെ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ മേയർക്ക് സാധിക്കില്ല. ഒരു മേയർക്ക് ആക്ട് ചെയ്യാൻ സാധിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചോ മുനിസിപ്പൽ ആക്ട് അനുസരിച്ചോ ആണ്. അതിൽ ഒരു കേസിൽ പ്രതിയായ വ്യക്തിക്കെതിരെ മേയർക്ക് നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല. എൻ്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്കുന്ന ഒരു കാര്യം ഞാൻ ആക്ട് ചെയ്യില്ല എന്ന് പറയുന്നതിൽ എന്താണ് അതിന്റെ പ്രസക്തി? പിന്നെ ഈ അറ്റൻഡൻസിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ആവർത്തിച്ച് നിങ്ങൾ ചിലർ അറിഞ്ഞില്ല എന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ നടിക്കുന്നത് മനസ്സിലാക്കാം. മാധ്യമപ്രവർത്തകർ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് 4 തരത്തിലുള്ള രേഖകളുണ്ട്. കേസ് സ്മാർട്ടുണ്ട്. ഇന്നിപ്പോൾ 1-2 മണിക്കൂർ കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് വന്നവരെ കുറിച്ചുള്ള മുഴുവൻ രേഖകളും കേസ് സ്മാർട്ടിലുണ്ടാകും. അതുപോലെ തന്നെ വിഷ്വൽസ് ഉണ്ട്, വീഡിയോ ഉണ്ട്, പിന്നെ ഫോട്ടോ ഉണ്ട്, ഡേറ്റഡ് ഫോട്ടോ ഉണ്ട്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ 3-4 മാസത്തിലെ കൗൺസിലിലെ നിങ്ങളുടെ വിഷ്വൽസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സുഗതൻ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ, അല്ലെങ്കിൽ മാർച്ച് ഈ മാസങ്ങളിലൊക്കെ സുഗതൻ ഹാജരായിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ വിഷ്വൽസ് കാണുമല്ലോ. അതെങ്ങനെയാണ് ഒരു നശിപ്പിക്കുക? ഇങ്ങനെയുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ നടത്തരുത്. ഇന്ന് പങ്കെടുത്ത കൗൺസിലർമാർക്ക് അവിടെ വെച്ച് ഈ അപ്പോൾ തന്നെ ജീവനക്കാരൻ കൊടുത്ത ഫോഴ്സിൽ, ആ ജീവനക്കാരനൂടെ ഉണ്ട്, ഞാനത് കഴിഞ്ഞ് സംസാരിക്കാം എന്താ സംഭവിച്ചത്. ആ ജീവനക്കാരനൂടെ ഉണ്ട്. അതിപ്പോൾ ഒരു പാവപ്പെട്ട ജീവനക്കാരൻ. ആ ജീവനക്കാരൻ കൊടുത്ത സാഹചര്യം വെച്ച് അത് ഒപ്പിട്ട് അടുത്ത ആളിന് ഹാൻഡ് ഓവർ ചെയ്തെങ്കിൽ എല്ലാവർക്കും ഒപ്പിടാൻ സാധിക്കുമായിരുന്നു. അതിന് പകരം ഈ ഇവിടെ എന്തൊക്കെയോ പ്രതിസന്ധികളുണ്ട് എന്ന്, അത് എനിക്ക് തോന്നുന്നു സ്വന്തം പ്രസക്തിയും സാന്നിധ്യവും അറിയിക്കാൻ വേണ്ടി ആയിരിക്കാം ഇങ്ങനെയുള്ള ഷോ ഓഫിൻ്റെ ഒക്കെ കാര്യമുണ്ടോ? ഏത് മാധ്യമ പ്രവർത്തകർക്കും ഇതൊരു പബ്ലിക് ഡൊമൈനിലുള്ള സാധനമല്ലേ. ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ഫോട്ടോ കോപ്പി കിട്ടില്ല, സർട്ടിഫിക്കറ്റ് കോപ്പി. അതിന് പകരം മറ്റുള്ളവർ ഒപ്പിട്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അതിനെ എടുത്ത് എന്തോ കണ്ടുപിടിച്ചതുപോലെ ഒരു പബ്ലിക് ഡോക്യുമെന്റ് അതിനെന്തോ കണ്ടുപിടിച്ചതുപോലെ എടുത്ത് പ്രദർശിപ്പിച്ച് കാണിക്കുക, മറ്റുള്ള ആർക്കും ഒപ്പിടാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുക. അതിനിടയിൽ ഗ്ലാസ്സിൽ കുടിക്കാൻ കൊടുത്ത വെള്ളം എടുത്ത് ഒഴിക്കുക, ചൂടുവെള്ളം വെള്ളം എടുത്ത് ഒഴിക്കുക. അപ്പം സ്വാഭാവികമായിട്ടും മഷി പടർന്നു പോവില്ലേ? അതിൽ 1-2 പേജുകൾ കീറിയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഈ പാരമ്പര്യമൊക്കെ പറയുന്നവർ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ? നിയമ പോരാട്ടം നടത്തേണ്ടത് അറ്റൻഡൻസ് ബുക്കിന്റെ ഒരു പേജ് വെച്ച് ചെയ്തുകൊണ്ടല്ലോ. ബഹുമാനപ്പെട്ട കോടതികളുണ്ടല്ലോ, ആ കോടതികളിലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലോ സംസ്ഥാന സർക്കാരിനെ സമീപിക്കാമല്ലേ? നമ്മളൊക്കെ നിയമം അനുസരിക്കുന്ന സിറ്റിസണല്ലേ, പൗരന്മാരല്ലേ? അത് ഒരു ദൗർഭാഗ്യകരമാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കൗൺസിൽ ഹാളിനകത്ത് ഒരു വനിതാ കൗൺസിലർക്ക് മർദ്ദനമേറ്റുവെന്ന് ആരോപണമുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അല്ല, അങ്ങനെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വനിതാ കൗൺസിലർ അർച്ചന മണിയുണ്ട്, ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. പെയിനെന്ന് കരുതി പറഞ്ഞ് പോയിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ പോയിട്ടുണ്ട്. ഒരു കാരണവശാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൗൺസിലർമാരൊക്കെ തന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് അവരുടെ ജനങ്ങളുടെ കാര്യങ്ങൾ നിർണ്ണയിക്കുകയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. സ്വാഭാവികമായിട്ടും പ്രതിഷേധ പ്രകടനം നടത്തും, ആഹ്ലാദ പ്രകടനം നടത്തും, മുദ്രാവാക്യം വിളിക്കും. ഇതൊക്കെ തന്നെ ജനാധിപത്യത്തിൽ മര്യാദയ്ക്ക് നിരക്കുന്ന തരത്തിൽ നമ്മൾ എല്ലാവരും ചെയ്യണം. പക്ഷേ പരസ്പരം ഹാജർ ബുക്ക്, ഏറ്റവും ആധികാരിക രേഖയായിട്ടുള്ള ഹാജർ ബുക്ക് ഒപ്പിടാൻ കൊടുത്താൽ ഞാൻ ഒപ്പിട്ടിട്ട് തിരികെ നൽകുക എന്നുള്ളതിനപ്പുറം അതിനെ വച്ചിട്ട് ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് കളവായ വിവരങ്ങൾ എന്താ പറയുന്നത് അത്രയും എടുത്ത് അതെല്ലാവർക്കും കാണുന്നതല്ലേ. ഞാൻ എന്തോ കണ്ടുപിടിച്ചു, അതിലെന്താ ഉള്ളത്? അതിലെല്ലാവരുടെയും ഒപ്പ് രേഖകളുണ്ട്. ഇത് കേസ് മാറ്റിലുള്ളതല്ലേ. അപ്പം അവിടെ നിന്നാണ് ഈ പ്രതിസന്ധികൾ ആരംഭിച്ചത്.
അങ്ങനെ ഒരു യോഗത്തിനെ ഒരു നഗരസഭയുടെ ഫ്ലോറിനെ അങ്ങനെ ദുരുപയോഗം ചെയ്യാം. അവിടെ നിന്നല്ലേ ഈ പ്രതിസന്ധി ഉണ്ടായ അവിടെ നിന്നല്ലേ എല്ലാവർക്കും ഈ അജണ്ട മുഴുവനും ചർച്ച എത്ര മണിക്കൂറോടെ സമയം കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. UDF മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഭിനന്ദിച്ചുകൊണ്ടല്ലേ കൗൺസിൽ തുടങ്ങിയത്, ഈ കൗൺസിൽ യോഗം. ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന പാർട്ടിയും ആ മന്ത്രിയുടെ പാർട്ടിയും തമ്മിൽ ആശയപരം ഒരിക്കലും യോജിക്കാത്ത പാർട്ടികളല്ല. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യം അഭിനന്ദിച്ചുകൊണ്ട് ആണ് ഞങ്ങൾ പറഞ്ഞത് തുടങ്ങിയത് ഈ കൗൺസിൽ യോഗം. അത് രേഖകളുണ്ടാവില്ല. അങ്ങനെ തുടങ്ങി എല്ലാവർക്കും അവസരം ഉണ്ടായിരുന്ന കാര്യം അങ്ങനെയാണ് സംഭവിച്ചത്. വേറെ പ്രത്യേക കൗൺസിൽ യോഗം പ്രധാനപ്പെട്ട അജണ്ടകൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിക്കാൻ തയ്യാറുണ്ടോ എന്നാണ്. തയ്യാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അതിനുള്ള അപേക്ഷ തരുമ്പോൾ 34 കൗൺസിലർമാരുടെ ഒപ്പ് വേണം. ഇവർ ഇന്നുവരെ 34 കൗൺസിലർമാരുടെ ഒപ്പിട്ടൊരു പേപ്പർ എനിക്ക് തന്നിട്ടില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ മുൻകൈ എടുത്ത് ഒരു തവണയെങ്കിലും 34 കൗൺസിലർമാരുടെ ഒപ്പിട്ടൊരു പേപ്പർ വാങ്ങിച്ചു തരൂ. ഇന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് വിളിച്ചെന്നാൽ ഞങ്ങൾ അടുത്ത ദിവസം ഡേറ്റ് കൊടുക്കാം. കൗൺസിൽ യോഗം വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒരു 20 പേർ ഒപ്പിട്ടൊരു കത്ത് വെച്ച് കൗൺസിൽ യോഗം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നടത്തുന്നത്, മേയർ നടത്തുന്നത് ചട്ടവിരുദ്ധ പ്രവർത്തനമല്ലേ. ഒന്നുകിൽ എനിക്ക് മുനിസിപ്പൽ ആക്ട് അറിയില്ലെന്ന് പറയും. 20 പേർ ഒപ്പിട്ട് പെറ്റീഷൻ തന്നാൽ വിളിക്കാൻ പറ്റില്ലെന്ന് ഇവർക്ക് മനസ്സിലാക്കട്ടെ. എന്നിട്ടെന്താണ് നിങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക, ഞങ്ങൾ കൊടുത്തിട്ട് വിളിച്ചില്ല. ഞാൻ ഇനി പറയാം, ആദ്യം കൊണ്ടുവന്ന കത്തിൽ ഒറ്റ ഒപ്പേ ഉള്ളൂ. മുനിസിപ്പൽ ആക്ട് വല്ലപ്പോഴും വായിക്കട്ടെ, വല്ലപ്പോഴും വായിക്കട്ടെ. ആ ലെറ്ററിലൂടെ റിപ്പോർട്ട് അത് പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. പിന്നെന്താ തെറ്റിദ്ധാരണ നിങ്ങളുടെ ഇടയിൽ പരത്തിയത്? സുഗതൻ 2 കൗൺസിലിൽ ഒപ്പിട്ടില്ല. ഇലക്ട്രോണിക് എവിഡൻസ് ഉണ്ടല്ലോ, കേസ് പാർട്ടിലുണ്ടല്ലോ, രജിസ്റ്റർ ബുക്ക് മേയർ സെക്ഷനിൽ ഇരിക്കുന്നതാണ്, സമ്മതിച്ചു. കേസ് പാർട്ടിലുണ്ടല്ലോ, അത് പരിശോധിക്കട്ടെ. സുഗതൻ 2 കൗൺസിൽ ഒപ്പിട്ടില്ലെന്നല്ലേ മാധ്യമങ്ങളോടൊക്കെ തന്നെ LDF പാർലമെന്ററി പാർട്ടി ലീഡർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കളവായ കാര്യമല്ലേ. അങ്ങനെ മാധ്യമ സമൂഹത്തെ തെറ്റിദ്ധരിക്കാം, ധരിപ്പിക്കാം. അതുകൊണ്ടല്ലേ ഇന്നത്തെ കൗൺസിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത്. 3ാമത്തെ കൗൺസിൽ അദ്ദേഹം വന്നിട്ട് ഇന്ന് അയോഗ്യനാവുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് ഭരണസമിതി ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. സത്യപ്രതിജ്ഞ ചെയ്യാനാണല്ലോ കൗൺസിലറാവുക. സത്യപ്രതിജ്ഞ ചെയ്യാനാണല്ലോ കൗൺസിലറാവുക. സത്യപ്രതിജ്ഞ ജയിലിൽ കിടക്കുന്നതാണ്. ഞാനും അങ്ങോട്ട് സത്യപ്രതിജ്ഞിക്കാൻ പറ്റുമോ? അത് ഞാൻ പറഞ്ഞത്. അത് ചോദ്യത്തിന് കോമൺ സെൻസ് ഉണ്ട്. ഇപ്പോൾ ജയിലിൽ ഒരു നിയമം അനുസരിച്ചുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് അതിനകത്തുള്ള സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റും. അതിന് കോടതി സമീപിക്കും. ഇതൊക്കെ 2 യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ലല്ലോ. 2 തവണ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ലല്ലോ. ഇനി പ്രസക്തിയില്ല. ഇന്ന് 2 പേരുണ്ട്. വേറൊരു വനിതാ കൗൺസിലർ ആശുപത്രി ഇന്നത്തെ ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാനോ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനോ മേയറിന്റെ നിലയ്ക്ക് ആലോചിക്കുന്നുണ്ടോ? നോക്കട്ടെ, ബാക്കിയെല്ലാം പരിശോധിച്ചതിന് ശേഷം. ഫ്ലോറിലെ കാര്യം പറഞ്ഞല്ലോ, ഫ്ലോറിൽ പാലിക്കുന്ന മര്യാദയെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ഫ്ലോറിൽ ഒരു കൗൺസിലർ മറ്റൊരു കൗൺസിലർ കൈവീശി അടിക്കുന്നത് നടപടി ഉണ്ടാകും. അതെ, പലതരത്തിലുള്ള വിഷ്വൽസ് ഉണ്ട്. എല്ലാം പരിശോധിക്കുന്നത് ഓരോ മാധ്യമങ്ങളും ഓരോ വിഷ്വൽസാണ് വന്നിട്ടുള്ളത്. അതെല്ലാം പരിശോധിക്കും. എനിക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ കൗൺസിൽ യോഗം കഴിഞ്ഞിട്ട് മിനിറ്റുകളിലേ ആവും. പരിശോധിക്കട്ടെ. പരിശോധിച്ച ശേഷം നടപടി ഉണ്ടാകും. അങ്ങനെയല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അത് നിങ്ങൾ പറയുന്നതാണ്. ഷർട്ട് ചെമ്പൻ ചോദ്യം നേരിട്ട് വന്നു. അദ്ദേഹത്തിന്റെ ഷർട്ട് വെച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര നന്നായിട്ട് നെഞ്ച് വേദനയുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ പോയിരിക്കുക. പരിശോധിക്കട്ടെ, എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. അല്ല, അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് അനുവദിക്കാനും പാടില്ല. ഈ നിങ്ങൾ രജിസ്റ്റർ ബുക്ക് വാങ്ങിയിട്ട് ഒപ്പിട്ടിട്ട് തിരിച്ചു കൊടുക്കാതെ അവിടെ അതിനെ നശിപ്പിക്കുവാൻ വേണ്ടി നടന്ന പ്രവർത്തനത്തെ കുറിച്ച് അത് മാധ്യമ പ്രവർത്തകർ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രേഖകൾ നശിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഭരണസമിതി മാറിയാലും ഈ രേഖകളൊക്കെ കൊടുക്കണ്ടേ? അതാണ് വേറെ വനിതാ കൗൺസിലർ മുഖം അവർ വളരെ വലിയ പെയിനാണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ചൂടുവെള്ളം വിഷ്വലുണ്ട്. അതിൻ്റെ ചൂടുവെള്ളം എടുത്ത് പോകത്ത് വിളിക്കുന്നത്. ചൂടുവെള്ളം വിഷ്വലിനിപ്പോൾ ചൂടാണെന്ന് അറിയാൻ പറ്റില്ല. അവിടെ വെച്ചാൽ ചൂടുവെള്ളമാണ്. നിങ്ങളിപ്പോൾ അതൊന്നും പറഞ്ഞത് വീണ ആളാണ് പറഞ്ഞത് തിളച്ചുള്ളത്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മയക്കപ്പെടുത്തിയത്, ഈ രജിസ്റ്റർ കൊടുത്ത ജീവനക്കാരനുണ്ട്, ഇവിടുത്തെ ജീവനക്കാരൻ, അദ്ദേഹമാണ് കൊടുത്തത്. എന്താ സംഭവിച്ചത് പറഞ്ഞോ. നിങ്ങൾ എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് സംഭവിച്ചു. ഒപ്പിടാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ശിവ പാർട്ടിക് എന്ന കൗൺസിൽ എൻ്റെ പിടിച്ച് നിർബന്ധമായിട്ട് പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം ശബരിനാഥ് കൗൺസിലർ എടുത്ത് കൊടുത്തു. അദ്ദേഹമാണ് ഇത് എല്ലാവരെയും കാണിച്ചത്. ഈ
ഏത് നിങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഒരു മിനിറ്റ് നിങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? മിണ്ടരുതെന്ന് പറഞ്ഞു. ആര്? സ്വർഗനാഥ് കൗൺസിലർ പറഞ്ഞ് മിണ്ടായിരിക്കുക അവളെന്ന് പറഞ്ഞു. ശിവ പാർട്ടി കൗൺസിൽ കൊടുത്തതല്ല. അവര് കൊടുത്തതല്ല, ഒപ്പിടാൻ വേണ്ടി വാങ്ങിച്ചിട്ട് നിർബന്ധമായിട്ട് തരാതെ പിടിച്ച് ഞാൻ വേറെ ചോദിച്ചപ്പോൾ തന്നില്ല. അതിനുശേഷം എന്താ ഉണ്ടായി? അതിനുശേഷം ആ കൗൺസിലർ ശബരിനാഥ് കൗൺസിലർ എടുത്ത് അത് ഫോർവേഡ് ചെയ്തു. അല്ല, പിന്നെ ഇത് ആരാ വാങ്ങിയത്? ഈ ബുക്ക് താങ്കളുടെ കയ്യിലാണോ ബുക്ക് ഏൽപ്പിച്ചത്? പിന്നെ എന്റെ കയ്യിൽ കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ കിട്ടിയില്ലല്ലോ. അല്ല, പിന്നീട് ആരാ വാങ്ങിയത്? ഞാൻ വാങ്ങി പല പ്രാവശ്യം അപ്പോഴാണ് പറഞ്ഞത് മിണ്ടരുത്, അവിടെ മിണ്ടായിരിക്കുന്നു പറഞ്ഞിട്ട്. പിന്നീട് ചെമ്പഴന്തി ഉദയനാണ് ഇത് വാങ്ങിയത്. അല്ല, ആരാ പറഞ്ഞു മിണ്ടായിരിക്കാനായിട്ട്? ശബരിനാഥ് കൗൺസിലർ. അതായത് എന്റെ പേര് യൂസുഫ്. യൂസഫ് വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരൻ. ഞാൻ മേയറാവുന്നതിന് മുമ്പ് എന്റെ യൂസഫിന്റെ സെക്ഷനിലുള്ളതാണ്. ഞാൻ മേയർ സെക്ഷനിൽ നിന്ന് ആരും മാറ്റിയിട്ടില്ല. ഒന്ന് രണ്ടര കൂടെ സഹായിക്കാൻ വേണ്ടി വച്ചതേ ഉള്ളൂ. യൂസഫ് എത്രയോ യൂസഫിനെ കൂടെ നിർത്തിയിരിക്കുന്നത് അജണ്ട കൊണ്ടു കൊടുക്കുക, ഈ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുക, ഇതൊക്കെ ഇവർ വർഷങ്ങളായി ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് ഓരോ കൗൺസിലർമാരെയും വീടറിയാം. അജണ്ട വീട്ടിലെത്തിക്കുന്നത് അങ്ങനെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജീവനക്കാർ തന്നെയാണ്. ഇവരൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ടൈമിൽ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ യൂസഫ് ഉൾപ്പെടെയുള്ള രജിസ്റ്റർ ഞങ്ങളെ തരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ അജണ്ട കൊണ്ടുവരുന്നത് ഞങ്ങൾ ഒപ്പിട്ടിട്ട് ഒന്ന് അടുത്ത ആളിന് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ തിരിച്ചു കൊടുക്കുക. ഇത് ബലപ്രയോഗത്തിലൂടെ വാങ്ങുക, തിരിച്ചു കൊടുക്കാതിരിക്കുക. അപ്പോൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇത് അന്വേഷണം വരുമ്പോഴേക്കും ആ ജീവനക്കാരനല്ലേ ബാധിക്കും. ഇന്നത്തെ ഈ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് പ്രശ്നമല്ല. ഓക്കെ, ശരി.